ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പണി പിന്നെയും പാളുകയാണ്. ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയാനാവാതെ ഇസ്രായേലി രാഷ്ട്രീയ നേതൃത്വം പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഹമാസിനെ പൂർണ്ണമായും തീർത്ത് ഗസ സൈനികവൽക്കരിച്ചതിന് ശേഷം മാത്രമേ ഗസ മുനമ്പ് പുനർനിർമ്മിക്കാവൂ എന്നാണ് ഇസ്രായേലിൻ്റെ നാഷണൽ യൂണിറ്റി ചെയർമാനും മുൻ ക്യാബിനറ്റ് മന്ത്രിയുമൊക്കെയായ ബെന്നി ഗാൻസിൻ്റെ പുതിയ പ്രഖ്യാപനം. ബന്ദിയിടപാടിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഹമാസ് ഭരണകൂടത്തെ മാറ്റി സ്ഥാപിച്ച് ഗസയുടെ സൈനികവൽക്കരണം നടത്തും എന്ന മനോഹരമായ നടക്കാത്ത സ്വപ്നം കാണുന്ന ഗാൻസ് ഹമാസിൻ്റെ കയ്യിലുള്ള ബാക്കി ബന്ദികളുടെ മോചനം കൂടി ഇല്ലാതാക്കും എന്നാണ് ബന്ദികളുടെ ബന്ധുക്കൾ പരാതിപ്പെടുന്നത്. ഗസയിലെ ജനങ്ങളെ മുഴുവൻ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും കടത്തി ഗസയിലുള്ള ഹമാസിനെ മുഴുവൻ കൊന്നൊടുക്കി രാജ്യം പുനർനിർമ്മിച്ചു വരാൻ ഇസ്രായേലിൻ്റെ 3 തലമുറയെങ്കിലും ജനിച്ച് മരിക്കേണ്ടി വരും എന്നാണ് വിമർശകർ ഈ ഗാൻസിൻ്റെ പ്രഖ്യാപനത്തെ പരിഹസിക്കുന്നത്. ഈ വെടിനിർത്തൽ കരാർ ഉണ്ടാവും വരെ ഗസയിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിരുന്ന ഹമാസിനെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനികർ കൂട്ടമായി ചേർന്ന് ആക്രമിച്ചിട്ടും ഹമാസിന് ഒന്നും സംഭവിച്ചില്ല. അവസാനം ഹമാസുമായി ഒരു ഒത്തുതീർപ്പ് കരാറുണ്ടാക്കി യുദ്ധത്തിൽ നിന്നും തടിയൂരാനാണ് IDF ശ്രമിച്ചത്. അതേ IDFനെ വെച്ച് ഗസയെ സൈനികവൽക്കരണം നടത്തുക എന്നത് എത്ര ബുദ്ധിശൂന്യമായ നിലപാടാണെന്ന് വിമർശകർ ഗാൻസിനെ പരിഹസിക്കുന്നു. ഇതിൽ മറ്റൊരു വശമുണ്ട്. ഈ ഗസയിലെ സിവിലിയന്മാർക്ക് കൊടുക്കുന്ന സഹായങ്ങൾ ഹമാസിന് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ ഇപ്പോൾ ഏറെ ദുഃഖിപ്പിക്കുന്നത്. അത് തടയാൻ ഒരു നിവൃത്തിയില്ല. എന്നാൽ ഇവർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഈ ഹമാസ് എന്നത് ഗസക്കാരാണെന്ന് ബന്ദി കൈമാറ്റത്തിൻ്റെ ചിത്രങ്ങൾ നമ്മെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അവർ ആരെയാണ് ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഒക്കെ അയക്കാൻ പോകുന്നത്? ഈ ഹമാസിനെയോ? ഗസക്കാരുടെയും പലസ്തീനികളുടെ എല്ലാം മനസ്സിൽ ഹമാസ് ഒരു ശക്തിയായും രക്ഷകരായും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഭീഷണിയെ തകർക്കണമെങ്കിൽ ഹമാസ് ഭരിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഈ ചിന്തയാണ് ഹമാസിന് ഗസയിൽ വളരാൻ വളവാകുന്നത്. ആ തിരിച്ചറിവ് ഒരിക്കലും ഇസ്രായേലിനില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഹമാസിനെ ഗസക്കാർ ഇത്രയധികം സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവരോടൊപ്പം ചേരുന്നത് അവരുടെ പോരാട്ടത്തിൻ്റെ ധൈര്യവും വീരത്വവും എല്ലാം കണ്ടുകൊണ്ടാണ്. ഇതേ വികാരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നിൽ അണിനിരന്നുള്ള ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നത്. യഹിയ സിൻവാറിന് പകരം അന്ന് ഗാന്ധിജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഇന്ത്യക്കാരിൽ നല്ലൊരു ശതമാനം ഹമാസിനെ ഭീകര സംഘടനയായി കാണുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാരുടെ കണ്ണിലും ഭീകര സംഘടനയായിരുന്നു എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നില്ല. അപ്പോൾ സ്വന്തം കാര്യവും സ്വാതന്ത്ര്യ പോരാട്ടവും ഒക്കെ വരുമ്പോൾ അതിനെ മതം കൊണ്ട് വേർതിരിച്ച് സയനിസ്റ്റുകൾക്കൊപ്പം നിൽക്കുന്ന മനസ്സുള്ളവർ മനസ്സിൽ നീതിയുള്ളവരല്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരക്കാരാണ് ഹമാസിനെ തീവ്രവാദികൾ, ഭീകരവാദികൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അവരുടെ ഉള്ളിൽ മതം മാത്രമേ ഉള്ളൂ. യാഥാർത്ഥ്യത്തെ ഒരിക്കലും അവർ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഗസക്കാരെ സംബന്ധിച്ച് ഹമാസ് അവരുടെ ഉള്ളിൽ ഇന്ന് അവരുടെ രക്ഷകനാണ്. അവരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഗസ പ്രദേശം നിലനിർത്തുക എന്നുള്ളത് ഈ സൈനിസ്റ്റുകളെ സംബന്ധിച്ച് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ സൈനികവും രാഷ്ട്രീയവുമായ നേതൃത്വങ്ങളൊക്കെ ഇങ്ങനെ പല തരത്തിൽ സ്വപ്നങ്ങൾ കാണുകയും പ്രഖ്യാപനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും സാധ്യമാവില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഹമാസിനോട് ഇവർക്ക് വൈരാഗ്യം തോന്നാൻ ഒരു പ്രധാന കാരണം കൂടെയുണ്ട്. യുദ്ധം താറുമാറാക്കിയ ഇസ്രായേലി സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനം സൗദി അറേബ്യയുമായിട്ടുള്ള അവരുടെ ചെങ്ങാത്തത്തിൻ്റെ വള്ളി പൊട്ടിപ്പോയതാണ്. സത്യത്തിൽ ഈ വള്ളി പൊട്ടിക്കലിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഇറാനുള്ളതാണ്. സൗദി അറേബ്യയുമായി ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കരാർ ഒപ്പിടാൻ ഒരുങ്ങുമ്പോഴാണ് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഒരു ആക്രമണം നടത്തുന്നത്. ഇത് ആസൂത്രിതമായ ഒരു ഇറാൻ പദ്ധതിയായിരുന്നു. കാരണം സൗദിയുമായുള്ള ഇസ്രായേലിൻ്റെ ബന്ധം വഴി അവർക്ക് ഇറാൻ ഒഴിച്ചുള്ള മറ്റ് അറബി രാഷ്ട്രങ്ങളുമായി ഒരു സഖ്യമുണ്ടാക്കാൻ കഴിയും. അത് ഇറാനെ സംബന്ധിച്ച് അപകടകരമായ ഒരു സംബന്ധമാണ്. അച്ചുവീട്ടി വരുന്ന ഇസ്രായേലിന് ഇറാനിലേക്ക് നുഴഞ്ഞു കയറാൻ കൂടുതൽ സൗകര്യമുണ്ടാകുമെന്ന് സ്വാഭാവികമായും ഇറാന് ചിന്തിക്കാൻ കഴിയും. ആ സംബന്ധാലോചന തകർത്തതാണ് ഇറാനോട് ഇത്രയധികം വൈരാഗ്യം ഉണ്ടാകാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ പ്രതികാരമാണ് അമേരിക്കയെ കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഇറാനെ ആക്രമിക്കണമെന്ന് പറഞ്ഞ് നെതന്യാഹു ട്രംപിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ഈ അമേരിക്കയിൽ പോയി കിടന്ന് കരയുന്നത്. എന്നാൽ ഗസയുടെ ശുദ്ധീകരണം ഹമാസിനെ തീർത്തിട്ട് മതി എന്ന് ഗാൻസ് പറയുമ്പോൾ അതിലും ഭീമനായ ഇറാനെ എങ്ങനെ ആക്രമിക്കും എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്.
സത്യത്തിൽ ട്രംപും നെതന്യാഹുവും എന്ത് ചെയ്യണം എന്ന് ഒരു പിടുത്തവുമില്ലാതെ വട്ടം ചുറ്റുകയാണ്. അതിനിടയിൽ ഗസയിൽ ഒരു യുദ്ധവും പ്രതീക്ഷിച്ചുകൊണ്ട് ഹമാസ് സകല തയ്യാറെടുപ്പും നടത്തുകയാണ്. അങ്ങനെ മിഡിൽ ഈസ്റ്റ് പുതിയ പ്രശ്നങ്ങളിലേക്ക് കടക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ചുറ്റുപാടാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ളത്. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത്, ആരാണ് ആക്രമിക്കുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല. ഏതായാലും മിഡിൽ ഈസ്റ്റിൻ്റെ ഈ വാർത്ത ഞാനിവിടെ ചുരുക്കുകയാണ്.